അൻവറിനെ അങ്ങനെ വർഗീയവാദിയാക്കാൻ നാലാള് ചാപ്പ കുത്താൻ നടന്നാൽ അത് നടക്കൂല. 150 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ കുടുംബത്തിന്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ കൊടുത്തവരുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ച് തലമുറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 8 കൊല്ലമായല്ലോ PV അൻവർ MLA ആയിട്ട്. എന്ത് ചികിത്സ വേണമെങ്കിൽ നടത്താം. അമേരിക്കയിൽ പോകാം, ലണ്ടനിൽ പോകാം, നാട്ടിൽ നടത്താം. ഞാനും ഒരു മാസത്തിൽ 4,000 റുപ്യേൻ്റെ മരുന്ന് എനിക്കും വേണം, വീട്ടുകാർക്ക് വേണം. എത്ര ഉണ്ടെങ്കിലും ഡബിൾ എഴുതി കൊടുത്താലും കിട്ടും, ട്രിപ്പിൾ എഴുതി കൊടുത്താലും കിട്ടും. നിയമസഭയിൽ നിന്ന് ഒരു പാരാസെറ്റാമോൾ PV അൻവർ ഈ സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വാ, കണക്കുണ്ടാവുമല്ലോ. ഒരു 10,000-50,000 റുപ്യ ശമ്പളം കിട്ടും, അത് ആഫീസിൽ കൊടുക്കുക, പിന്നെ ഒരു 25,000 കൂടി അങ്ങോട്ട് കൊടുക്കും. ആരെങ്കിലുമൊക്കെ വരും 500-ഉം. എൻ്റെ അടുത്ത് ഇപ്പോൾ കാര്യമായിട്ട് കൊടുക്കാനൊന്നുമില്ല. അവിടെ 3-4 സ്റ്റാഫിൻ്റെ പണി ചെയ്യണം. ആകെ എടുക്കണം എന്താ അറിയങ്ങൾ, ആ ഡീസലിൻ്റെ ഒരു കുറ്റിയുണ്ട്, അത് കൊടുത്താൽ കുറച്ച് ഡീസൽ കിട്ടും. എൻ്റെ സമ്പത്ത് മുഴുവൻ പോയി, വരുമാനം മുഴുവൻ നിന്നു. ഈ പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാ. 2016 വരെ അൻവറിൻ്റെ സ്ഥാപനങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. 2010-ലും 12-ലും 13-ലും 14-ലും വരുമാനമായ സ്ഥാപനങ്ങൾ കള്ളക്കേസ് കൊടുക്കുക, പിന്നെ കോടതി തീരുമാനിക്കും, അതങ്ങനെ ഡ്രാഗ് ചെയ്യും. ഇപ്പം 7 കൊല്ലത്തിന് 8 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഓരോന്ന് വിധിയായി വരുന്നത്. 7 കൊല്ലത്തിന് ശേഷം. ആർക്ക് വേണ്ടിയാ? ഈ പാർട്ടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആകെ എന്നെ മുറുക്കിയപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ കഴിഞ്ഞ സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിനൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയില്ല. അദ്ദേഹത്തോട് മുഖത്ത് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്, ഞാൻ പ്രസിഡൻ്റായെന്നാ വിളിക്കുക രമേശിനെ. പൊന്ന് പ്രതിപക്ഷ നേതാവേ, എൻ്റെ പ്രസിഡൻ്റേ, എന്നെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ തകർത്ത് എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഒരു സറണ്ടർ എന്നിൽ നിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിലത്ത് വിരൽ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവേ, ഒരു തോർത്തുമുണ്ടെങ്കിൽ ഈ തറയിൽ ഞാൻ കിടന്നുറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീൻ്റെ കഷ്ണമുണ്ടെങ്കിൽ PV അൻവർ ജീവിക്കും. ഞാൻ തീയിൽ ജനിച്ചവനാണ്, ഈ വെയിലത്ത് നിങ്ങൾ എന്നെ വാട്ടാൻ നോക്കണ്ട എന്ന് അന്ന് പറഞ്ഞവനാ ഞാൻ. മനസ്സിലായോ? ആ വാപ്പാൻ്റെ മോനാ PV അൻവർ. അപ്പം അത്രേ ഇപ്പോഴും പറയാനുള്ളൂ. പ്രിയപ്പെട്ട സഖാക്കളൊന്ന് ആലോചിച്ച്, പാർട്ടിയെ തള്ളിപ്പറഞ്ഞെന്ന് പാച്ച നുണ മോഹൻദാസ് ഇരുന്ന് പറയുന്നു. എവിടെയാ PV അൻവർ പാർട്ടിയെ തള്ളിയത്? ഒരു വാക്ക് കൊണ്ട് ഈ പാർട്ടിയെ തള്ളി എന്നിടയും പറയാൻ പറ്റുമോ? എപ്പോഴാണ് എന്നെ പുറത്താക്കുന്നത്? മിനിഞ്ഞാന്ന് 3:30 മണിക്ക് ഡൽഹിയിൽ നിന്ന് പാർട്ടി സെക്രട്ടറി അല്ലേ അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു പറഞ്ഞു. എന്നാൽ കാക്കി ട്രൗസർ ഇട്ട ഈ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് രാവിലെ 10:30 മണിക്ക് എന്നെ പുറത്താക്കിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ പത്രക്കാർക്ക് കൊടുക്കുന്ന ആ പ്രസ്താവന, അതിനു മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പ്രധാന വിഷയങ്ങളാണ് ഈ ബൈപ്പാസ്, ആശുപത്രി വികസനത്തിന് 1 ഏക്കർ സ്ഥലത്തിന് ഇനി ആ മുട്ടാത്തൊരു വാതിലുമില്ല. 300 ചില്ലാനം കുടുംബങ്ങൾ പട്ടിണിയിലാണ് നിലമ്പൂർ ഈ കടന്നു പോകുന്ന ബൈപ്പാസിന്റെ പിന്നിൽ. കോടിക്കണക്കിന് രൂപയുടെ 1,500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ള ഇവിടെ നടന്നു. പല വക ഒരു 150 കോടി അത് തരൂല.